നാട്ടിൻമകപ്പുലിവാൾ നട്ടാർ ചൊല്ലുന്നേ മറുമരുന്ന് ഇവിടെല്ലാത്തിനും കപ്പേള മുട്ട് മറുപടി ഇവിടെല്ലാത്തിനും കപ്പേള മുട്ട്. കപ്പിനരികെ വീണു. കഷ്ടം, പാവത്തിന് വെള്ളം കുടിക്കാൻ പറ്റി കാടിയല്ല. നമ്മുടെ ആ ലണ്ടൻ കുഞ്ഞുമോനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ ചാച്ചപ്പ. അതെ, ഇനിയും വല്ല പട്ടാളത്തിലോട്ടെങ്ങാനും തിരിച്ചു പോയോ ആവോ? അയ്യോ, അവനെ തിരിച്ചു പട്ടാളത്തിലേക്ക് എടുക്കാറോ? പണ്ട് അവർക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇപ്പൊ ഒരു സെക്യൂരിറ്റി പണിക്ക് പോലും അവനെ ആർക്കും വേണ്ട. അവന്റെ പെരേരുടെ അടുത്തേ പുതിയൊരു മുറി പണിയെന്ന് തിരക്കില്ല. അല്ല, കുഞ്ഞുമോന്റെ വീട് പുതിയ വീടല്ലേ? അതെ, 5-8 മുറികളും ഉണ്ട്. പിന്നെ എന്തിനാ പുതിയൊരു മുറി? അതേ, അവന്റെ അമ്മയെ മാറ്റി പാർപ്പിക്കാനാണെന്ന ആളുകൾ കുശുകുശുക്കുന്നത്. അതിന് പ്രായമായ അമ്മച്ചിയല്ലേ? പിന്നെ സ്റ്റോക്ക് വന്ന് കിടപ്പിലുമായിരുന്നു. പ്രായമായപ്പോ അമ്മയെ മക്കൾക്ക് വേണ്ട. എന്റെ മുന്നിൽ എടുത്ത് ഇതെല്ലാ വീട്ടിലും പതിവാ. വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇനി ആർക്കും വേണ്ട. അപ്പൊ മാതാപിതാക്കളുടെ കാര്യോ? നമ്മുടെ ശാമ്പക്കുഴിയിലെ ആ ജോസ് പറയുക, മക്കളെ ഒന്നും ഇത്രയും പഠിപ്പിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്തൊന്ന് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ജോസിന്റെ മക്കളൊക്കെ ഇപ്പൊ വിദേശത്ത് സ്ഥിരതാമസമാ. അല്ല, ഉദാഹരണത്തിന് നമ്മുടെ ലണ്ടൻ കുഞ്ഞുമാന്റെ കാര്യം തന്നെ എടുക്കാം. അമ്മയാണെങ്കിൽ കിടപ്പ് രോഗിയാ. മലമൂത്ര വിസർജനാദികളെല്ലാം കിടന്ന കിടപ്പിലാണെന്നാ പറയുന്നത് കേട്ടത്. മക്കളാണെങ്കിൽ സഹിക്കും. വന്നു കയറുന്ന മരുമക്കൾ സഹിക്കണമെന്നുണ്ടോ? അല്ല, നമുക്ക് നിർബന്ധിക്കാനും ഒക്കത്തില്ലല്ലോ. അത് ശരിയാ, വീടിന് കുറച്ച് വൃത്തിക്കുറവും ഇച്ചിരി മണമൊക്കെ ഉണ്ടാകും. ആരെങ്കിലും വന്ന് കയറുമ്പോ കുറച്ചിലായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവൻ വേറെ മുറി പണിയുന്നതാവും. മാതാപിതാക്കളുടെ കഷ്ടപ്പാടും കണ്ണുനീരും വേർപ്പും ഒക്കെയാ തങ്ങൾ അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളുടെയും കാരണമെന്ന് ഈ മക്കളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ആരോർക്കാനാ പറയുന്നത് കേട്ടാ? ഇതെല്ലാം ഒരു സൈസ് കൃഷിയല്ലേ. വിളവെടുപ്പ് കഴിഞ്ഞാൽ പറിച്ച് ദൂരോട്ടോരോ ഒറ്റയേറാ. ഈ അടുത്ത നാളൊരു സിനിമ പറഞ്ഞതുപോലെ പ്രായമായ മാതാപിതാക്കള് അവരുടെ മക്കളുടെ പ്രായമുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഓർക്കും. എന്നാൽ എത്ര മക്കള് പ്രായമായവരെ കണ്ടാൽ സ്വന്തം മാതാപിതാക്കളെ ഓർക്കുമെന്ന്. ആ സിനിമ ഞാൻ കണ്ടതാ. മോഹൻലാലിന്റെ ഒരു കോമഡി പടം. എന്റെ ഈജോയെ ചിരിച്ച് ചത്തു. അത് മമ്മൂട്ടിയുടെ സീരിയസ് പടമാ. അപ്പൊ ചിലപ്പോ മാറിയതായിരിക്കും, ദിലീപിന്റെ. അല്ല ചാച്ചപ്പൻ ചേട്ടാ, ആ പടത്തില് മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചത് ആരാ? അതോ ചേച്ചി ഒരു ചായ. എടാ കുഞ്ഞോനെ, വീട് പണിയൊക്കെയാന്ന് കേട്ടൂലോ, എന്താ കാര്യം? അതൊക്കെ വിശദമായിട്ട് പറയാം. ആ കസേരഞ്ഞെടുത്ത് എടാ, നിന്റെ കാലിന്റെ പ്ലാസ്റ്റർ ഇതുവരെ അഴിക്കാറായില്ലേ? ഒന്നും പറയണ്ട ചാച്ചപ്പൻ ചേട്ടാ. പറവണിക്ക് നിന്നപ്പോ ഒരു കരിങ്കല്ല് കാലയില് വീണു. പോത്ത് ചവിട്ടി കൊടുത്തു തന്നെ. എന്നിട്ട് ആ പഴയ പ്ലാസ്റ്റർ തന്നെ ഒട്ടിച്ചു വിട്ട് എനിക്ക് ആശുപത്രിക്കാര്. ഈ കാലേ വീടാൻ നന്നായി. എന്നാ കുറച്ചു ദിവസം നീ വീട്ടിൽ ഇരുന്നല്ലോ. ചേർത്തി വീട് പണിയൊന്നുമല്ല, വീടിനോട് ചേർന്നൊരു മുറി, ഒരു ഔട്ട് ഹൗസ്. കുഞ്ഞോനെ, ഒരുപാട് മുറികളുള്ള വീടില്ലടോ നിന്റെ. പിന്നെ എന്തിനാ ഇപ്പം വെളിയിൽ ഒരു ചെറിയ മുറി? ഏകാന്തമായിരുന്ന് ചിലതല്ല കുത്തിക്കുറിക്കാൻ. കുത്തിക്കുറിക്കാനോ? അതായത് സാഹിത്യരചന. ഈ ഒളിവിലെ ഓർമ്മകൾ പോലെ പട്ടാള ഓർമ്മകൾ, മിലിറ്ററി ഡ്രീംസ്. മര്യാദയ്ക്ക് ഒരു പത്രം പോലും വായിക്കാൻ അറിയാൻ മേലാത്ത ഇവൻ സാഹിത്യ സൃഷ്ടി നടത്താൻ, അതും പുതിയൊരു മുറി പണിത്. സത്യം പറയടാ, എന്തിനാ മുറി പണിത്? എന്ന് ഞാൻ സത്യം പറയാം. मैं सच कहता है. അമ്മച്ചിക്ക് സ്വന്തമായിട്ടൊരു മുറി വേണമെന്ന്. വിശാലമായൊരു ബാത്റൂം ഒക്കെ ഉണ്ടായിട്ട് കുളിച്ച് ഉല്ലസിച്ച് ഭക്ഷിച്ച് സമാധാനമായിട്ട് കഴിയണമെന്ന്. എടാ കുഞ്ഞോനെ, 90-ാം വയസ്സിലല്ലേ അമ്മച്ചി ഇനിയും ഉല്ലസിച്ച് ജീവിക്കാൻ പോകുന്നു. അമ്മച്ചി പറഞ്ഞ ഒരു കാര്യം ശരിയായിരിക്കും, സമാധാനത്തോടെ ജീവിക്കണമെന്ന്. കുഞ്ഞോനെ, മുറിതഞ്ചിരിപ്പിന് ആഘോഷമൊന്നുമില്ലേടാ? നീ എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന ആളാണല്ലോ. ഇതിനാഘോഷമൊന്നും വേണ്ട, ഇതൊരു ചെറിയ മുറിയല്ലേ. ഓ, അമ്മയെ മാറ്റി പാർപ്പിക്കുന്ന നാട്ടുകാരറിഞ്ഞാൽ മോശമാണല്ലോ അല്ലേ? അല്ല, അമ്മയെ മാറ്റി മൂലക്കിരുത്താൻ എന്താ കാരണം? അമ്മയെ മൂലക്കിരുത്താനൊന്നും അല്ലെന്നേ. ഇത് ഒരു വേലക്കാരിയൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അമ്മയ്ക്ക് എന്നതാ ഇഷ്ടം വെച്ചാ ചിക്കനെങ്കിൽ ചിക്കൻ, മട്ടനെങ്കിൽ മട്ടൻ, ബീഫറെങ്കിൽ ബീഫ് എല്ലാം പുറത്ത് പാകം ചെയ്ത് അമ്മയുടെ വാർദ്ധക്യകാലം സുഖദായകമാക്കാൻ എന്റെ ഒരു ചെറിയ സ്കീം, പഞ്ചവത്സര പദ്ധതി പോലെ.
അവന്റെ ഒരു സ്കീം. എടാ നിന്റെ ഭാര്യ നിന്റെ അമ്മച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ലേ? എവിടെ അവർ തമ്മിൽ പണ്ടേ ചേരത്തില്ലെന്ന്. എടാ കുഞ്ഞോനെ, വയസ്സുകാലത്ത് നിന്റെ അമ്മച്ചിക്ക് വേണ്ടത് മട്ടനും ചിക്കനും ബീഫും ഔട്ട് ഹൗസിലെ ഏകാന്തവാസമൊന്നുമല്ല, നിങ്ങളുടെ സാമീപ്യവും സ്നേഹവും കരുതലും ഒക്കെയാണ്. അതുണ്ടെങ്കില് കഞ്ഞിയും ചമ്മന്തിയും പോലും അവർ കാമൃതായിരിക്കും.